പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 669/2022 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ കേരള പോലീസിൻ്റെ തന്നെ ട്രെയിനി വിഭാഗത്തിനകത്ത് വരുന്ന സബ് ഇൻസ്പെക്ടറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ നിലവിൽ LGS യൂണിവേഴ്സിറ്റി LGS വന്നിട്ടുണ്ട്, wcpo വന്നിട്ടുണ്ട്, ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും വന്നിട്ടുണ്ട്. ശമ്പളം നോക്കുകയാണെങ്കിൽ 45,000 രൂപ മുതൽ 95,600 രൂപ വരെ വരുന്ന പേ സ്കെയിലാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന് വന്നിട്ടുള്ളത്. ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കുകയാണെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ഡിഗ്രിയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശാരീരിക യോഗ്യതകൾ ശാരീരികമായി പൂർണ്ണ യോഗ്യരായിരിക്കണം. ഉദ്യോഗാർത്ഥിക്ക് കുറഞ്ഞത് ചുവടെ ചേർത്തിരിക്കുന്ന ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഉയരം 165 സെൻറ്റിമീറ്റർ വേണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 160 മതി. നെഞ്ചളവ് 81.2 സെൻറ്റിമീറ്റർ വേണം. നെഞ്ചളവ് വികാസം 5 സെൻറ്റിമീറ്ററും ഇതിനകത്ത് വേണം കേട്ടോ. അപ്പോൾ ഇതിൽ റിലാക്സേഷൻസ് ഉണ്ട്. അത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷനും ഇപ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഉയരം 160 സെൻറ്റിമീറ്റർ വേണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കാണെങ്കിൽ 155 സെൻറ്റിമീറ്റർ വേണം. ഉയരം കൂടുതലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരക്കാഴ്ച സമീപകാഴ്ച അതിൻ്റെ കാര്യത്തിൽ വലത് കണ്ണിൻ്റെതും ഇടത് കണ്ണിൻ്റെതും കാര്യം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്ധത, കോങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ അനാരോഗ്യം എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കാര്യത്തിൽ നോക്കുന്നുണ്ട്. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കാലുകൾ, ഉന്തിയതും നിരതെറ്റിയതുമായിട്ടുള്ള പല്ലുകൾ, കേൾവിയും സംസാരത്തിനുള്ള വൈകല്യങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യും, ഫിസിക്കലിൻ്റെ കാര്യത്തിൽ അവരെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് യോഗ്യത അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്ത് ശാരീരിക യോഗ്യതയും കണ്ണട കൂടാതെ കാഴ്ചശക്തി തെളിയിക്കുന്നതിനുള്ള മാതൃകയിൽ സിവിൽ സർജൻ്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ വിഷൻ സൈറ്റിൻ്റെ നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ നമ്മുടെ സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ക്ലിയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8 ഇനങ്ങളിൽ നമ്മൾ 5 ഇനങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിലവിൽ അങ്ങനെ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457 സെൻറ്റിമീറ്റർ, ഷോർട്ട് പുട്ട് ആണെങ്കിൽ 609 സെൻറ്റിമീറ്റർ 7 കിലോയുടേത്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ ആണെങ്കിൽ 6096 സെൻറ്റിമീറ്റർ ആണ്. റോപ്പ് ക്ലൈമ്പിംഗ് 365 സെൻറ്റിമീറ്റർ കൈകൾ ഉപയോഗിച്ച് മാത്രം. പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ എടുക്കണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൽ കംപ്ലീറ്റും ആക്കണം. ഓക്കെ, അതേസമയം അതിന് വനിതാ ഉദ്യോഗാർത്ഥികളിലേക്ക് മാറുമ്പോഴത്തേക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 5 ഇനങ്ങളിൽ യോഗ്യത നേടണമെന്ന് പറയുന്നുണ്ട്. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് 1.06 മീറ്റർ, ലോങ് ജമ്പ് ആണെങ്കിൽ 3.05 മീറ്റർ, ഷോർട്ട് പുട്ട് ആണെങ്കിൽ 4 കിലോഗ്രാം 4 മീറ്റർ എറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 200 മീറ്റർ ഓട്ടം 36 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദ ബോൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് ആണെങ്കിൽ 26 സെക്കൻഡ്, സ്കിപ്പിംഗ് ആണെങ്കിൽ 1 മിനിറ്റിൽ 80 എണ്ണവും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈലുകളിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോയും ഈ ചാനലും പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.